Hallelujah, 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 ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവായ ദൈവമേ, കുടൽ രോഗികള്, അൾസർ രോഗികള്, അർശസ് രോഗികള്, അതുപോലെ തന്നെ നടുവേദനയുള്ളവര്, ഹിപ്പിന് വേദനയുള്ളവര് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഉദരരോഗങ്ങള്, രഹസ്യ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ അടിപ്പിണ പോലെ കളം പോലെ ദൈവികമായ ശക്തി ഇടിച്ചിറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തിയാൽ മാരരോഗങ്ങള്, രോഗങ്ങള്, കുഴകളുടെ രോഗങ്ങള്, വാതരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള് നാമത്തിൽ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രദ്ധയോടെ നിൽക്കേണ്ട സമയമാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ വിഷമസന്ധിയിലാകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ജോലിയില്ലാത്തവര്, ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നവര്, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വേറെ കോമ്പറ്റീഷൻ ബേസിൽ വേറെ ആൾക്കാരും കമ്പനികളും ഏജൻസികളും ഒക്കെ പിടിമുറുക്കിയിട്ട് പണിയില്ലാതെ കൂടെ നിൽക്കുന്നവരെ നിലനിർത്താൻ പറ്റാതെ അവരും വേറെ ചിതറിപ്പോയിട്ട് അകപ്പാട് ഒറ്റപ്പെട്ടു പോയി സങ്കടപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥന സമയമാണ്. നിങ്ങൾ ഓർക്കുക, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിനക്കൊരു പരിഹാരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നീ ശ്രദ്ധിച്ച് ഉടമ്പടി ജീവിക്കാൻ നോക്കുക. കർത്താവ് എങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയയിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷയിൽ കൂടെ തോറ്റുപോയിട്ട് ഇത് തന്നെയാണോ ഞാൻ പഠിക്കേണ്ടിയിരുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഇനി എനിക്ക് പിന്നോട്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വഴിമുട്ടി നിൽക്കുന്ന മക്കൾ പുതിയ വഴി അവർക്ക് തെളിച്ചു കൊടുക്കുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അത് വീട്ടിലെ പ്രയാസങ്ങളുണ്ട്. പലതരത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ പ്രയാസങ്ങളുണ്ട്. വീട് മൊത്തം പ്രശ്നമാണ്. വീട്ടിലോട്ട് ചെല്ലാൻ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല, വല്ലതും പോയി ഒളിച്ചു പോയാലാന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ കർത്താവെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചെറിയ കടകളുണ്ട്, ജീവിത മാർഗങ്ങളുണ്ട്, അത് അടഞ്ഞു വരുന്ന ലക്ഷണമാണ്. കടക്കാരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. ചോദിക്കുമ്പോൾ പരിഭവമാണ്. ഇനി ഞാൻ എന്തെടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുവെന്നറിയാതെ വേദനിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വീടിൻ്റെ വഴിയില്ലാത്തവർ, വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർ, പാക ഉടമ്പടി നടക്കാത്തവർ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തരിക്കട്ടെ. ശ്രുതികട്ടെ. Hallelujah, hallelujah, mahottam, ആരാധന, hallelujah, hallelujah, mahottam, ദേവപിതാവേ നന്ദി, ദേവപിതാവേ mahottam, ദേവപിതാവേ ആരാധന, hallelujah.
ശ്രദ്ധയോടെ നിൽക്കേണ്ട സമയമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടി 1000 പേര് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്ന സ്വർഗീയമായ നിമിഷമാണ്. ഒരൊത്തിയും പിടിയും കിട്ടാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു പുതിയ വഴി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം. ചിലർക്ക് ജീവിത പങ്കാളി കിട്ടണില്ല. 45 വയസ്സായി, ജീവിത പങ്കാളി കിട്ടണില്ല. ഇനി കിട്ടുമോ എന്നറിയാൻ പറ്റാത്ത ആശങ്കയാണ് അവർക്ക്. ഉറങ്ങാൻ പറ്റണില്ല. അവിടെ ജീവിതം ആകപ്പാട് തകരുകയാണ്. കുത്തഴിഞ്ഞ പുസ്തകം പോലെ കിടക്കുന്നു. തുന്നിക്കൂട്ടാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, ചെയ്തുകൊണ്ടിരുന്ന രഹസ്യമായ കാര്യങ്ങളെല്ലാം പരസ്യമായി പോയത് കാരണം പലതരത്തിൽ എപ്പോഴും കുത്തും നോടും മേടിച്ച് എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്താൻ മതിയെന്ന് തോന്നുന്ന രീതിയിൽ മാനസിക ഭാരമുള്ളവരെ കർത്താവ് സ്പർശിച്ച് അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് ശക്തിപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. സാമ്പത്തിക മാർഗങ്ങൾ തെളിഞ്ഞു വരാത്തവരെ, പല ബാങ്കുകളും മുട്ടിട്ട് ലോൺ കിട്ടാതിരിക്കുന്നവരെ, ആവശ്യപ്പെട്ട രേഖ കിട്ടാത്തവരെ, വീടിന് നമ്പർ കിട്ടാത്തവരെ, ഇനി ഈ വിഷയത്തിൽ ചെയ്യാൻ ഇനി ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ പകച്ചു നിൽക്കുന്നവര്, 2-3 ഏജൻസിക്ക് പൈസ കൊടുത്ത് എല്ലാ പൈസയും പോയി, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്നവർ, ശരിക്കും പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ കേൾക്കുന്നവർ പറയും, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഇപ്പം എങ്ങനെ ഇരിക്കണം, താനേ കയറിയാൽ കൊയ്യാലില്ല, അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെ ആശ്വാസമില്ലാതെ ചവിട്ടി പുറത്താക്കപ്പെടുന്നവർ. കർത്താവ് അവർക്ക് അങ്ങ് മാത്രമേ, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ഒറ്റ വാക്കിലാണ് ഈശോയെ അങ്ങനെ മക്കൾ ഇവിടെ നിൽക്കുന്നെന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ അവഗണിക്കില്ലെന്ന് തിരുവചനത്തിലൂടെ നൽകിയ ഉറപ്പിന് നന്ദി പറയുന്നു. മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ, അവിടെ വിസ കട്ടാകാൻ പോകുന്നു, അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല, ഇനി എന്ത് ചെയ്യുന്നവർക്കൊരു ഐഡിയ ഇല്ല, കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി വിസയും പുതുക്കാൻ പറ്റണില്ല, ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ പ്രോജക്റ്റും തീർന്ന് തിരിച്ചു പോരേണ്ടി വരുന്നു, വിസ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ കുഴങ്ങിക്കിടക്കുന്നവർക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ അരുവി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ്. ജീവിതത്തിനുണ്ടാകുന്ന ഓരോ വിഷയങ്ങളെല്ലാം പേപ്പർ സംബന്ധമായ രേഖ സംബന്ധമായ സൈൻ ചെയ്ത് കിട്ടേണ്ട ഒരു അവസ്ഥകളിൽ നിന്റെ എല്ലാ പേപ്പറുകളും സൈൻ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന തടസ്സങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു.
എവിടെ നിന്നാണ് സമാപന ആശീർവാദം മേടിക്കേണ്ടത്? ഇപ്പോഴും മൗനമായിട്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ്, ഓൺലൈനിലുള്ളവർ പ്രത്യേകിച്ച്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ First of all, thank you so much for Mother Mary and dear Jesus for bringing us together to this holy place to testify about the great miracles that we received in our lives. I am Reshmi. This is my husband Thomas. This is my daughter Nora Maria. The meaning of her name is Honor Mother Mary. And this is my son Nathan. The meaning of his name is Gift from God. We are coming from US. We are coming from the Washington, D.C. area. Our state name is Maryland. And we took the covenant on June 11th, 2025. I had heard about the covenant from many of our relatives even before, but I never thought I will take this covenant mainly because my son has severe food allergies and it is so difficult to travel with him because we have to carry his food and medications wherever we go. So I was so lucky and blessed that Achan came to Philadelphia, which is only about 3-hour drive from our place. But the day that Achan was coming was on a Tuesday and Wednesday, which is a working day for us, where myself and my husband had to go to work and my kids go to school. So we'll have to skip all that. And so I was hesitant whether to attend the covenant or not, and I was praying about it. And that's when I called one of my friends after a long time, and I told her, and I was just asking her her whereabouts, and she was like so surprised I called her that day. She was asking me whether, what made me call her that day. And she just got her pregnancy results positive that day, and she has been
trying for so many years. And she told me this was a great miracle from Kripasanam Mother Mary. And she has been doing the light a candle prayer and covenant prayer every day. So that was a sign from Mother Mary to me. And I decided to do the covenant the same day. And we booked the tickets and we went to Philadelphia to attend the covenant retreat. And it was such a blessed atmosphere. We were able to do a good confession. And it was such a blessing to see Achan in person and receive the blessings from him. So I was able to do the covenant properly for at least 2 months. And after that, I slowly started deviating from the promises I kept to Mother Mary. Because one of the reasons were like we both have we both work in the IT field. We have stressful jobs. So we go to bed late in the night, and in the morning, waking up early to do the covenant prayer was always a hassle. So I started praying to Mother Mary to help us do the covenant properly. And that's when the miracles started happening in our life and things started changing in our lives. One day we went for a beach vacation, and my daughter got a severe skin allergy on her skin reaction on her face. And we bought the picture with us, and we took her to the pediatrician's office. They were not able to diagnose what was going on. And they took us to the infectious disease center, and then the hospital asked us to admit her there. But after 2 days, it was Wednesday, and it was the day I usually fast for the covenant. And even though the doctors asked to admit her that day, I decided to take her back home. And I was crying and praying to Mother Mary, doing several rosaries. By that day evening, she started feeling so much better. And one other thing I wanted to mention was we took the covenant mainly for the sickness of both these kids. Nora has severe chronic asthma, and she has been using steroid inhalers from the age 2. And my son Nathan has severe food allergies, and he has to carry his food and epinephrine injection everywhere he goes. So he had several shots before due to the severe allergies and had to be taken to the hospital several times due to his severe food allergies. So I had kept these two as a special intention. And since my daughter was using steroid inhalers, she used to get sick very often. So I talked to the asthma specialist about this, and then the doctor said we can slowly wean off the medication. But whenever we try to wean off the medication, it never worked because she will get the severe asthma attacks again. So during the skin infection, the pediatrician also mentioned to stop you giving her the steroid inhaler. But then we were so worried because whenever we stop the inhaler, she will get the reaction really bad. But that day, that was a Wednesday, and I just stopped the steroid full dose that day itself. And she never had to take the inhalers from that day until now, and she never got her asthma either. That evening onwards, Mother Mary started working miracles in our life, and she got complete healing. Nora got complete healing from her asthma and skin infection. Every day, morning and evening, Nora usually used to take 2 puffs in the morning and 2 puffs in the evening. Instead of that, Nora wakes up early in the morning and gives thanks to Jesus and Mother Mary for the great blessing of healing her. And in the evening, going to bed, instead of taking the inhaler, she now gives thanks and praises to Jesus and Mother Mary for this great healing. After this incident, I was so grateful to Mother Mary and started doing the covenant more faithfully. And I had a strong urge to do the 1,000 Beads Rosary Rally in Washington, D.C.
area. So this was the first time we were doing a rosary rally in our area, especially from Kripasanam. I used to listen to the daily messages from Joseph Achin, and I also used to attend the weekly Tuesday retreats as well. And that's how I had the strong urge to do the rosary rally. I talked to our parish priest about it. He was very encouraging, and he said we can do it. And Mother Mary helped me organize this rosary rally, and the parishioners were also very supportive. We had a church full of people that day on October 25th. The same day the rosary rally was going on in Kripasanam here in Kerala, we were able to do the rosary rally in the Baltimore, Washington, D.C. area also. And it was a great success. And another miracle happened that same day is that one of the sisters, Sister Tanya from the Missionaries of Charity, attended the rosary rally that day, and she also got complete healing from her asthma and lungs problems. We used to go and work with Sister Tanya to do charity work as part of the Kripasanam Covenant. And I used to tell Sister about the rosary rally, and I invited her to come and attend the rally. But she said she is very sick and she don't know if she can attend the full rosary rally. But I comforted the sister and said, "Sister, please come and attend the rally. Mother Mary will heal you completely." But little did I know that Mother Mary was really going to heal her that day. And Sister told me after 2 months that she never had to use inhaler or any medication after the rosary rally. So that was the second miracle that happened in our lives. And I also, Sister Tanya, since she couldn't come in person here, she wrote a letter for us, a handwritten testimony to show it to the people in Kripasanam. I also will give it to my husband, Thomas, to say about a miracle that happened in his life. Yeah, my name is Thomas Kavkar. I've been blessed through Mother Mary on 2 different occasions. And again, I was not very much into the Kripasanam covenant initially, but on June, when we took the covenant, I decided that I will be putting my addiction to alcohol as one of the cause that I needed healing. And that was something that has happened since then. It was negatively impacting, alcoholism was negatively impacting our life, our both family life and my quality of personal life. And since the covenant on June, I have stopped taking any alcohol, and it has been really a good blessing and improved the quality of my life. And the other blessing is my spiritual life. It has been very difficult for me to focus on prayer. And since the Kripasanam covenant, it has changed my spiritual life. We have a regular family prayer in the evening. And in addition, you get that spiritual ecstasy that you know, being happy, being relaxed, that there is nothing to worry. It has been a blessing throughout our life. And I really believe that Mother Mary will work miracles in our life, and that we can lead a prayerful and spiritual life. As a missionary work, we work closely with the Missionaries of Charity and the Sisters of the Poor. Those are organizations, and help them in their charity work. And we also help everyone who asks for any help to us. And previous to taking the covenant, we never kept an account of how much money we are giving to people. We just used to help anybody who asks for help, or we do monthly donations. But after taking this covenant, we started separating 10% of
from our salaries, and we created a separate account so we can help people who are in need. And we have an account of, like, we are sure that we are giving 10% of our income to people who are in need. And that's also greatly helping us in our spiritual life. And I also took printouts of the Kripasanam paper, and I give it out to all people whomever I see. Even when we go for vacation, I give to the people whom I see there on the road. I give it to strangers, I give it to non-Christians. And I've had heard people saying miraculous recovery from different illness after using the Kripasanam holy oil and Kripasanam holy salt and the Kripasanam paper. So we have a lot of big and small miracles that have happened in our lives, and we would like to continue the covenant throughout our lives. Even in my childhood, I never had my mom fully with me. She used to get sick all the time. So my father raised us as a single parent. And that time, whenever I used to feel sad, I used to open the Bible and read, and God used to talk to me through the Bible, his verses. But after taking the covenant, it started even more, and I'm able to attend the daily mass. And God also made me realize the importance of doing the rosary, especially the 1,000 beads rosary, how miraculous and important it is in our lives. So I'm so grateful to Jesus and Mother Mary for inviting us to the covenant life and helping us to do the covenant faithfully. Thank you.